ഞാനിപ്പം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ക്യാരറ്റും ആ വാൾനട്ട് അരിഞ്ഞതും ഡേറ്റ്സ് അരിഞ്ഞതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം. ഇതിനകത്തോട്ട് നമ്മുടെ ആ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ അടിയിലോട്ട് ഫ്രൂട്ട്സൊക്കെ കൂടെ അങ്ങ് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൈദ ഫുൾ ഇതിനകത്ത് ഇട്ടു. അത് എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ ഫ്രൂട്ട്സിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് വെക്കുക. ഇനി വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ആ മുട്ടയും ഓയിലും കൂടെ, മുട്ടയും പഞ്ചസാരയും കൂടെ ആദ്യം അടിക്കുക. പിന്നെ ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. പിന്നെ ഈ മിക്സ്ചറും കൂടെ ചേർത്ത് ഈ മൈദ ഫ്രൂട്ട്സ് മിക്സ്ചറും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രിയിൽ ഒരു 30 to 45 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അത് നമുക്ക് അന്നേരം ഞാൻ കാണിച്ചു തരാം. കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ആദ്യം നമുക്ക് മുട്ടയൊന്ന് അടിക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. ഓയിലായതുകൊണ്ട് ബട്ടർ ഫ്രീയുമാണ്. അധികം ഇതൊന്നുമില്ല. എന്നാൽ ഹെൽത്തി ആയിട്ട് വാൾനട്ടും ഡേറ്റ്സും ഒക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ല ഇൻഗ്രീഡിയൻസുമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് നല്ലൊരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മുട്ട നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ടൊന്ന് അടിച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പതപ്പിച്ച് നമുക്ക് കുറേശ്ശെ പഞ്ചസാരയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര ഞാൻ മുഴുവൻ ആഡ് ചെയ്തു. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കാണാം നല്ലതായിട്ടത് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്പീഡൊന്ന് കുറച്ചിട്ട് ഓയിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയ സ്പീഡിട്ട് അടിച്ചാൽ മതി. ബാക്കി ഫുൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ ഓയിലും മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം ഇതിനകത്ത് പൊടിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അത് നമുക്ക് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഇതിനകത്തോട്ട് ഇത് അതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ് ഒഴിക്കുക. വാനില എസൻസ് ഒഴിച്ചു. ഇത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബൗളിലോട്ട് ഈ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വെക്കണേ. അത് മറക്കരുത്. നേരത്തെ തന്നെ നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഈ പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട്. ഞാനിത് ഈ ബൗളിലോട്ടൊന്ന് ഒഴിക്കാൻ പോകും. ഇതിൽ കൊള്ളാനേ കാണുള്ളൂ. അത് എപ്പോഴും നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ഹാഫേ ഒഴിക്കാവുള്ളൂ. അതായത് ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്യുന്നുള്ളത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി നിറച്ച് ഒഴിക്കരുത്. അപ്പം നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ഇനി ഇതൊന്ന്
ഒന്ന് തട്ടിക്കൊടുക്കണം. അതായത് വല്ല എയർ ബബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഈ അരികൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. പിന്നെ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം.